സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ നിരാശയും വേദനയും ഒക്കെ എൽദോസ് കുന്നപ്പള്ളിയിൽ പ്രകടിപ്പിച്ചെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കപ്പെട്ട മനോജ് മുത്തേടൻ നേരെ എൽദോസ് കുന്നപ്പള്ളിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. പക്ഷേ എൽദോസ് കുന്നപ്പള്ളി ഇപ്പോൾ അവിടെ ഇല്ല. മനോജ് മുത്തേടന്റെ പ്രതികരണം. വലിയ രീതിയിലുള്ള ഒരു പ്രതികരണമൊക്കെയാണ് ഇവിടുത്തെ നിലവിലെ MLA-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ പ്രിയപ്പെട്ട MLA കാണാൻ വേണ്ടി വന്നതാണ്. ഞാനും എൽദോസും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ 96 മുതലുള്ള ബന്ധമാണ്. 96 മുതൽ ഞങ്ങൾ ഒരുമിച്ച് KSU പ്രവർത്തകരായി കടന്നു വന്ന ആളുകളാണ്. ഞാനും എൽദോസും ഒരുമിച്ച് KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹികളായിരുന്നു, ഒരുമിച്ച് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായിരുന്നു, DCCയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളാണ്. ഞങ്ങൾ സംഘടനാ പ്രവർത്തനം ഒരുമിച്ച് നടത്തിയ ആളുകളാണ്. കഴിഞ്ഞ 10 വർഷക്കാലം എൽദോസ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം പരിപൂർണമായിട്ടുള്ള പിന്തുണയോട് കൂടി നിന്നിട്ടുള്ള ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോഴും, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും, ജില്ലാ പഞ്ചായത്ത് അംഗമായപ്പോഴും, വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഒക്കെ ഞങ്ങൾ പരസ്പരം ഒരു തർക്കവുമില്ലാതെ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളാണ്. എൽദോസിൻ്റെ ഭാഗത്ത് നിന്ന് പരിപൂർണമായിട്ടുള്ള പിന്തുണ ഉണ്ടാകും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ 2 ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ ആര് സ്ഥാനാർത്ഥിയായാലും സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ആര് സ്ഥാനാർത്ഥിയായാലും അവർക്ക് പരസ്പര പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചാണ് ഞങ്ങൾ. ഇല്ല, സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എൽദോസിന്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം മാത്രമാണ്. അല്ലാതെ അതിനകത്തൊരു വേറെ തരത്തിലേക്കൊന്നും നമ്മളത് കാണുന്നില്ല. ഞാൻ അതിൽ പലരും എന്നെ ബന്ധപ്പെട്ടിരുന്നു. അവരെല്ലാം ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേതൃത്വം നേരത്തെ ഈ സീറ്റ് മാറ്റത്തെ കുറിച്ച് അറിയിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രതിഷേധം അദ്ദേഹത്തിനുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിലേക്ക് ബാധിച്ചേക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, എനിക്ക് MLA പറഞ്ഞ പ്രതികരണത്തെ കുറിച്ച് എനിക്ക് അറിയില്ല. കാരണം നേതൃത്വവുമായി ബന്ധപ്പെട്ട് ചോദിക്കേണ്ടതാണ്. എൽദോസിന്റെ ഭാഗത്ത് പരിപൂർണ്ണ പിന്തുണ ഉണ്ടാകുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാനും എൽദോസൊക്കെ ഒരേപോലെ കടന്നു വന്ന ആളുകളാണ്. ഒരേ കാലത്ത് KSU പ്രവർത്തനം കടന്നു വന്ന ആളുകളാണ്. ഒരേ സാഹചര്യത്തിലൂടെ കടന്നു വന്ന ആളുകളാണ്. സ്വാഭാവികമായി ഞാൻ സ്ഥാനാർത്ഥിയാകും. എൽദോസിനെ പറഞ്ഞപ്പോൾ കുറച്ച് മുമ്പ് TV-യിൽ കണ്ടതാണ്. പരിപൂർണമായി പിന്തുണ ഉണ്ടാകുമെന്ന് എൽദോസ് പറഞ്ഞു. വലിയ വിജയപ്രതീക്ഷയാണ് എനിക്കുള്ളത്. കാരണം ഞാൻ വളരെ താഴെത്തട്ടിൽ നിന്ന് സംഘടനാ പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ്. 96-ൽ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റായി വിവിധ തലങ്ങളിലൂടെ കടന്നു വന്ന് എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പാണ് മാറിയത്. കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായി എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ മാറ്റിയെടുക്കാനും മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുള്ള അവാർഡ് ഉൾപ്പെടെ നേടാനും ഒക്കെ കഴിഞ്ഞ വലിയ അനുഭവ സമ്പത്ത് എനിക്കുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണാൻ ഫോണിൽ വിളിച്ച് കിട്ടിയില്ല. അപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വന്ന് ആദ്യം ഞാൻ ഈ അനൗൺസ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരെ എൽദോസിനെ കണ്ട് എൽദോസിൻ്റെ എല്ലാ പിന്തുണ പ്രത്യേകമാണ്. ഇല്ല, വീടിനകത്ത് വലിയ ഭക്ഷണം കഴിക്കാൻ പോയെന്നാണ് പറഞ്ഞത്. ഞങ്ങളൊരു 3 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. ഈ സീറ്റുകളുടെ ആദ്യത്തെ ഒരു അങ്ങനെ കൺഫ്യൂഷൻ വന്ന സമയത്ത് ഞാൻ എൽദോസും കൂടി സംസാരിച്ചപ്പോഴും എൽദോസിനാണ് സീറ്റിങ്ങിൽ ഞങ്ങൾ പരിപൂർണ്ണമായിട്ട് നമ്മുടെ എല്ലാ പിന്തുണ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് എനിക്കാണെങ്കിലും എൽദോസിൻ്റെ എല്ലാ പിന്തുണ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് മറ്റൊരാളാണെങ്കിലും എല്ലാ പിന്തുണയും ഉണ്ടാകുന്നു. ഞങ്ങളങ്ങനെ പരസ്പരം സംസാരിച്ചിട്ടുള്ള ആളാണ്. യാതൊരു തർക്കം അക്കാര്യത്തിലില്ല. ഇല്ല, ഞാൻ എല്ലാ സഭകളുമായി നല്ല ബന്ധത്തിലാണ്. എല്ലാ സഭ തലത്തിലുള്ള നമ്മുടെ ബിഷപ്പുമാരാണെങ്കിലും തിരുമേനിമാരാണെങ്കിലും എല്ലാ വൈദികരാണെങ്കിലും ഒക്കെ വലിയ സ്നേഹവും കരുതലും ഒക്കെ എന്നോടുണ്ട്. അത് ഏത് സഭയിലുള്ള ആളുകൾ. ഞാൻ ഇവിടുത്തെ കുറുപ്പമ്പടി പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തോതിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പള്ളിയിലെ ഏതൊരു പരിപാടിയിലും, ചെറിയ പരിപാടിയാകട്ടെ വലിയ പരിപാടിയാകട്ടെ, അതിൽ സ്ഥിര സാന്നിധ്യമായി നിൽക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൻ്റെ എൻ്റെ ഡിവിഷനിലെ പ്രധാനപ്പെട്ട പള്ളി കൂടിയായിരുന്നു കുറുപ്പമ്പടി പള്ളി. അവിടെ ഞാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളിൽ തന്നെ കടന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലൊന്നും എല്ലാ സഭകളുടെയും പരിപൂർണമായിട്ടുള്ള പിന്തുണ എല്ലാവരുടെയും. അവസാനം വരെയും സീറ്റ് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പേര് ഇല്ല എന്നൊരാളിലേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം, തുടർ തീരുമാനം എന്താണ് എന്നുള്ളത് പ്രവർത്തകരുമായി കൂടി ആലോചിച്ച ശേഷം തീരുമാനിക്കും എന്നുള്ളതായിരുന്നു. ഇല്ല, ഞാൻ പരിപൂർണമായും എൽദോസ് അങ്ങനെ പരിപൂർണമായും UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള മുഖ്യ പ്രചാരകനായി അതിന് നേതൃത്വമായി നിൽക്കുമെന്ന് തന്നെയാണ് എനിക്കുള്ള പ്രതീക്ഷ. കാരണം എൽദോസ് അങ്ങനെ ഒരാളാണ്, വളരെ നിഷ്കളങ്കമായി അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൽദോസിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊന്നും ഉണ്ടാകില്ല. എൽദോസ് തന്നെ പല ഘട്ടത്തിലും പറഞ്ഞല്ലോ, ഞാൻ UDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. എൻ്റെ പേരുൾപ്പെടെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. മനോജിൻ്റെ വിജയത്തിന് വേണ്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒറ്റക്കെട്ടായി എൽദോസ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയ്ക്ക് വേണ്ടി തുടങ്ങി വെച്ച വികസനം പൂർത്തീകരിക്കാനും എൽദോസ് തുടങ്ങി വെക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് വികസന പദ്ധതികൾ, അതിൻ്റെ പാതയിൽ നിൽക്കുന്ന വികസന പദ്ധതികൾ ഉൾപ്പെടെ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പെരുമ്പാവൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഉണ്ടാകുമെന്നുള്ള വിശ്വാസമുള്ളത്. പെരുമ്പാവൂര് UDFൻ്റെ ഒരു ഉറച്ച കോട്ടയാണ്. സ്വാഭാവികമായും ഇവിടെ നിന്ന് ഒരാൾ അപ്പുറത്ത് പോയി മത്സരിക്കുമ്പോൾ UDFൻ്റെ ക്യാമ്പിൽ ഒരു ആശങ്കയുമില്ല.
കാരണം ഇവിടെ നിന്ന് അക്കരപ്പച്ച തേടി പോയ ഒരാൾ അപ്പുറത്ത് മത്സരിക്കുമ്പോൾ ആ ആളെ ജനം സ്വീകരിക്കുമെന്നില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്കില്ല. കാരണം അങ്ങനെയുള്ള ആളുകളെ തള്ളിക്കളയുന്ന ഒരു പാരമ്പര്യമാണ് പെരുമ്പാവൂരിനുള്ളത്. അതുകൊണ്ട് വലിയ വിജയപ്രതീക്ഷയാണ്. ഞാൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഒരു 3 പതിറ്റാണ്ട് കാലമായി വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം നടത്തിയിട്ടുള്ള അനുഭവ സമ്പത്ത് പെരുമ്പാവൂരും മുക്കിലും മൂലയിലും എനിക്കുള്ള ഒരു ആത്മബന്ധം, അവിടെ ചെറുപ്പക്കാരായിട്ടാണെങ്കിലും രക്ഷകർത്താക്കളായിട്ടാണെങ്കിലും ഈ നാട്ടിലെ മുഴുവൻ ആളുകളായിട്ടുള്ള ബന്ധം എനിക്ക് വലിയ വിജയം ഉണ്ടാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗമായി 2020യും ഇത്തവണ സജീവമായിട്ടുണ്ട്. 2020 കഴിഞ്ഞ തവണയും മത്സരരംഗത്തുണ്ടായിരുന്നു. അവർ കുറേ വോട്ട് പിടിച്ചതാണ് കഴിഞ്ഞ തവണ. UDFന്റെ വിജയത്തെ അത് ബാധിച്ചിട്ടില്ല. ഈ തവണ അത്ര കൂടി ബാധില്ല. കാരണം 2020 NDA സഖ്യത്തിൻ്റെ ഭാഗമായതോടുകൂടി കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ഒരുപാട് ആളുകൾ അവരുടെ ആ ഒരു തനിനിറം ബോധ്യപ്പെട്ട് തിരിച്ച് UDFലേക്ക് വരും. ആ പോയ വോട്ടുകളെല്ലാം UDFന് അനുകൂലമായി മാറുമെന്നുള്ള ഒരു വലിയ വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാകണം. ഞാൻ ആദ്യമായി മത്സരിക്കുന്ന ഒരു നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. എല്ലാവരുടെയും പ്രഖ്യാപനം